അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. സ്വയം ഒന്ന് ആലോചിക്കാം, എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല എങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇഫ് ദാറ്റ് കൺസെപ്റ്റ് ഇസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് വൺ, it depends on its values, depends on the values of some other parameters or variables, then we say that it is a function of these things. എന്ന് വെച്ചാൽ ഞാനൊരു കാര്യത്തെ പറ്റി പറയുന്നു, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, വൈ എന്ന് ഞാൻ വിളിക്കുന്നു അതിനെ. വൈയുടെ വാല്യൂ എങ്ങനെയൊക്കെ വാല്യൂസ് വരുന്നുണ്ടെന്ന് നോക്കുമ്പോൾ വൈയുടെ വാല്യൂസ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് അല്ല. വൈനെ പറ്റി പറയാനായിട്ട് വൈയുടെ വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ the values of some other parameters. Say എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ x1 x2 എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ x1 x2 എക്സ്ട്രാ xn എന്ന് പറഞ്ഞിട്ട് n പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ വൈനെ വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് എന്ന് പറയണതിന് വരും മാത്സിൽ നമ്മൾ പറയും വൈ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ വൈ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ മാത്സ് അല്ലാത്ത ഒരു ഓർഡിനറി മാൻ ഇത്രയും വിചാരിച്ചാൽ മതി, വൈ എന്ന് പറയുന്ന എന്തോ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്, ആ കാര്യം വൈ ഇസ് നോട്ട് അറ്റ് ഓൾ ഇൻഡിപെൻഡൻറ്റ്, ഇറ്റ്സ് വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂസ് ഓഫ് എക്സ്. എക്സ് എന്നുള്ള വേറെ ഏതോ ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് വൈ എന്ന് മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈമിനെ എനിക്ക് വേണമെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ, സീറ്റ മിസ് അല്ലെങ്കിൽ വേറെ ആരുടെയും പ്രിഫറൻസിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം അതിൻ്റെതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്താന്ന് പറയാം, ഒരു ഇൻഡിപെൻഡൻ്റ് കൺസെപ്റ്റാണ്, ഇൻഡിപെൻഡൻ്റ് പാരാമീറ്റർ ആണെന്ന് പറയാം. അതേസമയം വേറെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പറയും, ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നു, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ്. ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കൺസെപ്റ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് കൺസെപ്റ്റ് അല്ല അല്ലേ. ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എന്തിനൊക്കെ ഉപ്പിനെയോ പുളിനെയോ അല്ലെങ്കിൽ സ്മെല്ലിനെയോ അപ്പിയറൻസിനെയോ എന്താണ്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടുന്നതാണ് എന്ത് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസിൻ്റെയൊക്കെ ഇന്ന ഒരു പ്രൊപ്പോർഷനിലൊക്കെ വരുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ ടേസ്റ്റി ഫുഡാണ് എന്നാലേ ഏതൊരു അങ്ങനെ കുറേ കാര്യങ്ങളല്ലേ, മിക്കവാറും കാര്യങ്ങളൊക്കെ എന്താണ് ഇൻഡിപെൻഡൻ്റ് അല്ല, എല്ലാം ഡിപ്പെൻഡൻറ്റ് കൺസെപ്റ്റ്സ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ റിയൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് റോളുണ്ട്. അപ്പോൾ മിക്കവാറും കാര്യങ്ങൾ എന്താണ് ഇൻഡിപെൻഡൻ്റ് അല്ല, ഫങ്ഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ അല്ലേ ഈ ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും, കാലാവസ്ഥ പ്രവചിക്കുന്നവരും. പക്ഷെ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻസ് ആണ്, ഒരുപാട് വേരിയബിൾസും ഒരുപാട് അല്ലേ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജനറലി ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വൈ എന്നൊരു ഫംഗ്ഷൻ ഓഫ് n ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി യൂഷ്വലി റൈറ്റ് ഇറ്റ് ആസ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ്. y is a function of x1 x2 etc xn എന്ന് പറയുമ്പോൾ നമ്മൾ പറയും y is a function of n independent variables x1 x2 etc xn. These variables x1 x2 etc xn are called independent variables, അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയാം. y-നെ ഫംഗ്ഷൻ ഓഫ് ദീസ് പാരാമീറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ y is a dependent variable എന്ന് വിളിക്കാം, അങ്ങനെയൊക്കെ വിളിക്കാം. ഇപ്പോൾ എന്താണെങ്കിലും ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാത്സിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് എ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ റൂൾ വിച്ച് അസോസിയേറ്റ്സ് to each and every element of a set, unique element in another set എന്നൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ പറയാം. ദാറ്റ് ഇസ് ദ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ഒരു സിമ്പിളായിട്ട് ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്ത ഒരാളോട് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, y is a function of x എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, which means y depends on x. y is not independent, y is a concept which depends on something എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ എന്ത് പറയുന്നത്,
നമ്മൾ y is a function of x എന്ന് പറയുന്നത്. y depends on x എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനൊരു സിംഗിൾ, അപ്പോൾ ഇതിവിടെ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഉള്ളൂ. സോ such a function is called a single variable function. If there are more than one variables, we say that it's a multi-variable function. നേരത്തെ പറഞ്ഞ x1, x2, x3, xന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ we can call it as a multi-variable function. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പല പല ഫങ്ഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏരിയ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ എ എന്ന് എഴുതുകയാണെങ്കിൽ എ ഈസ് ആക്ച്വലി പൈ ആർ സ്ക്വയർ, വേർ പൈ ഇസ് എ constant, the irrational number pi, r is the radius of the circle. So you can see that pi is a constant and there is only one independent variable here, it is the radius of the circle. So you can write area of a circle is a single variable function of r എന്ന് വേണമെങ്കിൽ പറയാം. It's a single variable function, it's an example of a single variable function, whereas area of a rectangle എടുക്കണമെങ്കിൽ it is length into breadth. So there are two independent variables there, length and breadth. So it is a two variable function. Okay, so if you consider a single variable function, for example ഏറ്റവും എളുപ്പത്തിൽ പറയുവാണെങ്കിൽ y is equal to x എന്നോ y is equal to x plus 1 എന്നോ പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫംഗ്ഷൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളതാണ്. അതായത് സേ y is equal to x plus 1 എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ x എന്നുള്ള വേരിയബിൾ, ഇതാണ് വേരിയബിൾ, എക്സ് എന്നുള്ളതാണ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ y is equal to x plus 1 എന്നുള്ള ഫംഗ്ഷൻ എടുത്താൽ x is equal to 0 എടുക്കുമ്പോൾ x plus 1ൻ്റെ വാല്യൂ, y is equal to x plus 1ൻ്റെ വാല്യൂ എന്താവും? 1 ആവും. x equal to 1 ആവുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും? x plus 1 2 ആവും. x equal to 3 ആവുമ്പോൾ അല്ലെങ്കിൽ 2 ആവുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും? വൈയുടെ വാല്യൂ 3 ആവും. ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ അനുസരിച്ചാണ് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. എക്സിൻ്റെ വാല്യൂ 10 ആവുമ്പോൾ വൈയുടെ വാല്യൂ എന്താവും? 10 plus 1, y is x plus 1, so 10 plus 1 that is 11 ആവും. എക്സിൻ്റെ വാല്യൂ 100 ആവുമ്പോൾ വൈയുടെ വാല്യൂ 100 plus 1 101 ആവും. ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് വേറൊരു കാര്യം അപ്പോൾ ആലോചിക്കേണ്ടി വരുന്നത് ഇതാണ്, വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച്? എക്സിൻ്റെ, ഇഫ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വി നോ ദാറ്റ് വാല്യൂ ഓഫ് വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. സോ ആസ് എക്സ് ചേഞ്ചസ്, വൈ ഓൾസോ ചേഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച്? അപ്പോൾ ഒരു ഫംഗ്ഷനെ പറ്റി പറയുമ്പോൾ, ഒരു ഫംഗ്ഷൻ, അത് ഫംഗ്ഷൻ y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ പറ്റി പറയുമ്പോൾ y is a function of x. സോ എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് y ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തോരമാണ് ചേഞ്ച് ചെയ്യണേ? എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് y ചേഞ്ച് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ എന്തോരമാണ് ചേഞ്ച് ചെയ്യണേ എന്ന് പറയാൻ വേണ്ടിയിട്ട്, എന്തോരമാണ് ചേഞ്ച് ചെയ്യണേ അല്ലെങ്കിൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കേസ് y is equal to x plus 1 എന്നുള്ള ഫംഗ്ഷൻ്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, എക്സ് ഇപ്പോൾ 0യിൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ, അതായത് എക്സിൽ 1 യൂണിറ്റ് ചേഞ്ച് വന്നപ്പോൾ വൈയിൽ 1ൽ നിന്ന് 2ലേക്കായി, വൈയിലും 1 യൂണിറ്റ് ചേഞ്ച് വന്നു. ഓക്കെ, എക്സ് 1ൽ നിന്ന് 2ലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ 1 യൂണിറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ വൈ 2ൽ നിന്ന് 3ലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് എക്സിൽ 1 യൂണിറ്റ് ചേഞ്ച് വന്നപ്പോൾ വൈയിൽ വീണ്ടും 1 യൂണിറ്റ് തന്നെയാണ് ചേഞ്ച് വന്നത്. എക്സ് 0യിൽ നിന്ന് 100ൽ അല്ലെ 10ലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ 10 യൂണിറ്റ്സ് ചേഞ്ച് ചെയ്തപ്പോൾ വൈ 1 എന്നുണ്ടായിരുന്നത് 11 ആയി. 10 യൂണിറ്റ്സ് തന്നെ ചേഞ്ച് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എക്സിലുണ്ടാവുന്ന അതേ ചേഞ്ചാണ് ഇവിടെ വൈയിൽ വന്നത്. എക്സിലുണ്ടായ ചേഞ്ച് തന്നെയാണ് വൈയിൽ വന്നത്. എക്സിൽ 0 എന്നുള്ളത് 100ലേക്ക് ചേഞ്ച് വന്നപ്പോൾ വൈ എന്നുള്ളത് 1ൽ നിന്ന് 101ലേക്ക് എഗെയിൻ 100 യൂണിറ്റ്സ് തന്നെയാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ആക്ച്വലി ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി 1 ഹിയർ. സെയിം ചേഞ്ചാണ് എക്സിലുണ്ടായ സെയിം ചേഞ്ചാണ് വൈയിലുണ്ടായ. അതേസമയം ഞാൻ വേറെ ഈ കേസിൽ y is equal to x plus 1 എന്നുള്ള ഫംഗ്ഷൻ്റെ കേസിൽ, y is equal to x plus 1 എന്നുള്ള ഫംഗ്ഷൻ്റെ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്
റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡേ, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണെന്ന് പറയും. ചേഞ്ച് ഇൻ വൈ സെയിം ആസ് ചേഞ്ച് ഇൻ എക്സ്, യു ഗെറ്റ് 1 ഹിയർ ഇൻ ദിസ് കേസ്. അതേസമയം വേറൊരു ഫംഗ്ഷൻ എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ y is equal to 2x plus 3 എന്നോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്തു. ആ ഫംഗ്ഷൻ്റെ കേസിൽ ഇപ്പോൾ 2x plus 3 എന്നുള്ള ഫംഗ്ഷനാണ് ഞാൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കും y ഈക്വൽ ടു 2x plus 3. So you get 0 plus 3. You get 3 here. When x is equal to 1, you will get 2 plus 3, 5 here. When x is equal to 2, you will get 4 plus 3, 7. When x is equal to 10, you will get y is equal to 20 plus 3, 23. When x is equal to 100, you will get 203. 203. So, what is the rate of change? So, when x changes from 0 to 1, y changes from 3 to 5. അപ്പോൾ എക്സിൽ 1 യൂണിറ്റ് ചേഞ്ച് വന്നപ്പോൾ വൈയിൽ 2 യൂണിറ്റ് ചേഞ്ച് വന്നു. ഓക്കെ, എക്സിൽ വീണ്ടും 1 യൂണിറ്റ് ചേഞ്ച് തന്നെ വന്നപ്പോൾ 1 to 2 1 യൂണിറ്റ് ചേഞ്ച് വന്നപ്പോൾ വൈയിൽ 5 7 കറക്റ്റാണ്, 2 യൂണിറ്റ്സ് തന്നെയാണ് ചേഞ്ച്. എക്സ് 0 10 ചേഞ്ച് ചെയ്തപ്പോൾ, അപ്പോൾ നമുക്ക് തോന്നേണ്ട ഇരട്ടി ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. എക്സ് 0 10 ചേഞ്ച് ചെയ്തപ്പോൾ y 3 നിന്ന് 23 20 യൂണിറ്റ്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചിൻ്റെ ഇരട്ടി ചേഞ്ച് വൈയിൽ ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ. എക്സ് 0 നിന്ന് 100 ചേഞ്ച് ചെയ്തപ്പം y 3 നിന്ന് 203 200 യൂണിറ്റ്സ് ചേഞ്ച് ചെയ്തു. അതായത് ഈ കേസിൽ 2x plus 3 എന്നുള്ള ഫംഗ്ഷൻ്റെ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ y എന്ന് പറയുന്നത് 2 times ചേഞ്ച് ഇൻ x ആണ്. നിങ്ങൾക്ക് കാണാം, ചേഞ്ച് ഇൻ വൈ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു 2 into ചേഞ്ച് ഇൻ എക്സ് ആണെന്ന് കണ്ടു. സോ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടു. സോറി, ഞാൻ എഴുതിയത് തെറ്റിപ്പോയിട്ട്. ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് എന്നാണ് യൂഷ്വലി റേറ്റ് ഓഫ് ചേഞ്ച് പറയുക. ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് ഈ കേസിൽ 2 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കേസിലൊക്കെ ആ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ ഇതും എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ y is equal to x square എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. y is equal to x square എന്നുള്ള ഫംഗ്ഷൻ എടുക്കുമ്പോൾ x equal to 0 ആകുമ്പോൾ x square എന്നുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും? x equal to 0 വരുമ്പോൾ 0 square 0. x equal to 1 വരുമ്പോൾ you will get 1. x equal to 2 വരുമ്പോൾ you will get 4. x equal to 10 വരുമ്പോൾ you will get 100. x equal to 100, when x equal to 100 you will get 10,000. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, എക്സ് 0 1 യൂണിറ്റ് ചേഞ്ച് ചെയ്തപ്പം 0 1 ചേഞ്ച് ചെയ്തപ്പം എക്സ് സ്ക്വയർ വൈയും 0 1 ചേഞ്ച് ചെയ്തു. 1 യൂണിറ്റ് ചേഞ്ച് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷേ എക്സ് 1 നിന്ന് 2 ചേഞ്ച് ചെയ്തപ്പം, അതായത് 1 യൂണിറ്റ് തന്നെ ചേഞ്ച് ചെയ്തപ്പം വൈ എക്സ് സ്ക്വയർ 1 നിന്ന് 4 ചേഞ്ച് ആയി. എക്സിലുണ്ടായ ചേഞ്ച് 1 യൂണിറ്റ് തന്നെയാണ്. എക്സ് 0 1 ചേഞ്ച് ചെയ്തപ്പോൾ എക്സിലുണ്ടായ ചേഞ്ച് 1 യൂണിറ്റ് ആണ്. വൈയിൽ കറസ്പോണ്ടിങ്ങിൽ ഉണ്ടായ ചേഞ്ച് 1 യൂണിറ്റ് തന്നെയാണ്. അതേസമയം എക്സ് 1 നിന്ന് 2 എഗെയിൻ 1 യൂണിറ്റ് ചേഞ്ച് ചെയ്തു, പക്ഷെ 1 നിന്ന് 2 ചേഞ്ച് ചെയ്തത്. അപ്പോൾ വൈയിലുണ്ടായ ചേഞ്ച് 1 നിന്ന് 4 അതായത് വൈയിലുണ്ടായ ചേഞ്ച് 3 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അത് തന്നെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എക്സ് 1 യൂണിറ്റ് സേ 10 നിന്നും 11 ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കും. എക്സിൽ 1 യൂണിറ്റ് തന്നെയാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. 10 നിന്ന് 11 ചേഞ്ച് ചെയ്തു. പക്ഷെ വൈയിൽ ഉണ്ടാകുമ്പോൾ ചേഞ്ച് 100 നിന്ന് 11 സ്ക്വയർ 121 1 അതായത് 21 യൂണിറ്റ്സ് ചേഞ്ച് ഉണ്ടാവും. അതായത് 1 യൂണിറ്റ് ചേഞ്ച് തന്നെയാണ് എക്സിൽ ഉണ്ടായത്. പക്ഷെ പല കേസിലും പല വാല്യൂ ആണ് വൈയിലുണ്ടായ ചേഞ്ച്.
അതായത് വൈയിലുണ്ടായ ചേഞ്ച് എക്സിലുണ്ടായ ചേഞ്ചിനെ മാത്രമല്ല എക്സിന്റെ വാല്യൂവിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തു. ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഇൻ എക്സ്. ദാറ്റ് ഇസ് കറക്റ്റ്, ദാറ്റ് ഇസ് ട്രൂ. ബട്ട് ചേഞ്ച് ഇൻ എക്സിനെ മാത്രമല്ല, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡഡ് ഓൺ ദ വാല്യൂ ഓഫ് എക്സ് ഓൾസോ, അല്ലെ? എക്സിന്റെ വാല്യൂവിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തു. അതായത് ഈ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എക്സിനെ മാത്രമല്ല, ആക്ച്വലി അത് എക്സിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ചേഞ്ച് ഇൻ വൈ അല്ലെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എഴുതുമ്പോൾ, ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് എഴുതുമ്പോൾ അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആവണമെന്നില്ല. it may also depend on the value of x, so it is also a function. It is also a function of x. When you talk about a function, it is not independent, it depends on the value of the independent variable. And when you try to find out the rate of change, then we have seen it is also a function of x. It also depends not only on the change in x, it also depends on the value of x. So it is again a function of x. അതായത് എക്സിന്റെ വാല്യൂവിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 1 യൂണിറ്റ് ചേഞ്ച് എക്സിൽ ഉണ്ടായത് കൊണ്ടിട്ട് എനിക്ക് വൈയുടെ ചേഞ്ച് എന്താന്ന് പറയാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ എക്സിന്റെ ഏത് നമ്പറിൽ നിന്ന് എഴുതിയുള്ളൂ, അല്ലെങ്കിൽ ഏത് വാല്യൂവിലാണ് ചേഞ്ച് വന്നത്, ആ വാല്യൂ കൂടി പറഞ്ഞാലേ ചിലപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് തന്നെ ഒരു ലിമിറ്റിംഗ് കേസിൽ, അപ്പം നമുക്ക് ലിമിറ്റിനെ കുറിച്ച് ആപ്ലിക്കബിൾ മാത്സിൽ അധികമൊന്നും ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഫിസിക്സിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ലിമിറ്റ് അറിയാമായിരിക്കും. അവർ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനൊക്കെ വേറെ പലയിടത്ത് പഠിച്ചതിലായതുകൊണ്ട് നമ്മളിപ്പോൾ ലിമിറ്റിനെ പറ്റി അധികം പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ലിമിറ്റിംഗ് കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദിസ് ചേഞ്ച് ഇൻ എക്സ് ഇസ് വെരി സ്മോൾ. അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ, അതായത് ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. ദിസ് റേറ്റ് when this change in x is very small, change in x tends to 0. In that case, that ratio is known as that is actually rate of change of y with respect to x, but when change in x is very small, that is we can write instantaneous rate of change of y with respect to x. That is defined as the derivative of y with respect to x. Derivative of y with respect to x. It is denoted by dy by dx. dy by dx. If you denote y as a function of x, f of x, you can write it as df by dx or f dash of x is equal to dy by dx or f dash of x or df by dx, or dy by dx is defined as the instantaneous rate of change of y with respect to x. So if you write x എന്നുള്ള വാല്യൂ, സപ്പോസ് ഞാൻ x എന്നുള്ള വാല്യൂ x പ്ലസ് ഡെൽറ്റ എക്സിലേക്കാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ്ലി y എന്നുള്ള വാല്യൂ f ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ അത് ചേഞ്ച് ചെയ്യണത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ y ബിക്കംസ് f ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, ചേഞ്ച് ഇൻ y എന്ന് പറഞ്ഞാൽ f ഓഫ് എക്സിൽ നിന്നും f ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്കാണ് ചേഞ്ച് ചെയ്തത്. സോ ദിസ് ഡിഫറൻസ് ഇസ് ചേഞ്ച് ഇൻ y. എക്സ് ചേഞ്ച് ചെയ്തത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക്, എക്സിൽ നിന്ന് ചെയ്തപ്പോൾ ഡെൽറ്റ എക്സ് ആണ് ചേഞ്ച് ഇൻ എക്സ്. When the change in x is very small, that is when delta x tends to 0, this ratio is known as the derivative of y with respect to x. Okay, derivative of y with respect to x അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു റൂൾ അല്ലെങ്കിൽ ലിമിറ്റ്, ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ കുറച്ച് ഫംഗ്ഷൻസിന്, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്, ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ് പഠിച്ചത്. dy by dx എന്ന് പറയുന്നത് ലിമിറ്റിംഗ് കേസിൽ, അതായത് ചേഞ്ച് ഇൻ y f of x plus delta x minus f of x divided by delta x ന്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ്
ഡെറിവേറ്റീവ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചില ഫങ്ഷൻസിൻ്റെയൊക്കെ ഡെറിവേറ്റീവ്സ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ സേ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എടുക്കുകയാണ്. ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ സേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എന്ന് എടുക്കാം. y is equal to k അല്ലെങ്കിൽ k is a real number. k is a real number. അതായത് f of x is equal to k എന്ന് എടുക്കുകയാണ്. അപ്പോൾ എന്താണ് dy by dx എന്ന് പറഞ്ഞാൽ dy by dx എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എക്സിൽ ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കാം. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ട് എക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് കെ ഫോർ എവറി എക്സ്. ഏത് എക്സ് വന്നാലും എഫ് ഓഫ് എക്സ് കെ ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വണ്ണും കെ ആണ്, എഫ് ഓഫ് ടൂവും കെ ആണ്, എഫ് ഓഫ് ത്രീയും കെ ആണ്, എഫ് ഓഫ് എനിത്തിങ് എഫ് ഓഫ് 100ഉം കെ ആണ്, എല്ലാം കെ തന്നെയാണ്. എഫ് ഓഫ് എനിത്തിങ് ഇസ് കെ. So f of x is k for every x. So f of x plus delta x is also k. x എന്ത് വന്നാലും f of x k ആണ്. അങ്ങനെയാണെങ്കിൽ what will be derivative? By definition, derivative dy by dx is equal to limit of change in y. Change in y is f of x plus delta x minus f of x divided by delta x. Here it is k here. F of x is also k. So you get 0, limit of 0. So you get 0. So constant function derivative 0 ആണ്. So constant function derivative of constant function എനിക്ക് d by dx of എന്ന് വേണമെങ്കിൽ എഴുതാം. Derivative with respect to x എന്നാണ് അർത്ഥം. Derivative of constant is 0. അല്ലെങ്കിൽ you can write if y is equal to k, then dy by dx is 0. Okay, so this is the first result. ഇതേപോലെ ഒന്ന് രണ്ട് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്ത എക്സാമ്പിൾസ് ഒന്ന് കണ്ടേക്കാം. അതായത് സപ്പോസ് ഒരു ലീനിയർ ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ എടുക്കുകയാണ്. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സേ y is equal to some ax plus b എന്നെടുക്കുകയാണ്. ax plus b 2x plus 3 എന്നൊക്കെ നമ്മൾ എടുത്തില്ലേ, എക്സ് പ്ലസ് 1 എന്നൊക്കെ നമ്മൾ എടുത്തില്ലേ, അതൊക്കെ ലീനിയർ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതൊന്ന് നോക്കാം, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും നോക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ? എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് എ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ? x plus delta x plus b. Plus b. Okay. So what will be derivative? dy by dx is equal to limiting case f of x plus delta x f of x തമ്മിലുള്ള difference divided by delta x. So here it is f of x plus delta x is f of x plus delta x is a into x plus delta x plus b minus f of x is ax plus b. So this difference is the difference in y divided by change in x when change in x is very small. This is our derivative. So this difference is ax plus a delta x plus ab minus ab alla plus b minus ax minus b divided by delta x. So we can cancel these two terms also. Then a delta x divided by delta x. So we can cancel these two terms. So in the limiting case, limit of delta x tends to 0, a എന്ന് വരും. limit delta x tends to 0, a. delta x 0യിലേക്ക് പോകുമ്പോൾ a എന്നുള്ള ഒരു റിയൽ നമ്പറിനൊന്നും സംഭവിക്കില്ല, a തന്നെ ആയിരിക്കും. ഡെൽറ്റ എക്സിൻ്റെ ടേം ഉണ്ടെങ്കിലാണ് ചേഞ്ച് വരിക. സോ ദാറ്റ് ഡെറിവേറ്റീവ് ഇസ് എ എന്ന് കിട്ടി. അതായത് എ എക്സ് പ്ലസ് ബി എന്നുള്ള ലീനിയർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് കോൺസ്റ്റൻറ്റ്? കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിരുന്നു. ഇത് എ ആണെന്ന് കിട്ടി. എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? If you have a linear function
y is equal to ax plus b, then അതിൻ്റെ derivative dy by dx is a. Derivative of ax plus b is a. Okay, അതാണ് നമ്മളിവിടെ 2x plus 3ൻ്റെ ഡെറിവേറ്റീവ് 2 വന്നത്. x plus 1ൻ്റെ ഡെറിവേറ്റീവ് 1 വന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് വന്നതൊക്കെ ലീനിയർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ കോൺസ്റ്റന്റ് വന്നത്. ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്, ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് വന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ കോൺസ്റ്റന്റ് വരില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ മൂന്നാമത് നമ്മളെടുത്ത ഫംഗ്ഷൻ ഏതായിരുന്നു? എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ, അതായത് കൺസിഡർ ദ സ്ക്വയർ ഫംഗ്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. സ്ക്വയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y is equal to x square. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ വരും. എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലോ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഡിഫറൻസ് ഇൻ y. അപ്പോൾ dy by dx എന്ന് പറയുന്നത് the difference in y divided by difference in x. പിന്നെ ഡിഫറൻസ് എന്താണെന്ന് നോക്കിയിട്ട് പറയാം. എക്സ് സ്ക്വയർ കട്ട് ചെയ്ത് പോകും, ബാക്കി പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അല്ലെങ്കിൽ എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദിസ് ദ ഡിഫറൻസ് ഇൻ y divided by change in x is delta x. So we can cancel x square. ബാക്കി ഡെൽറ്റ എക്സ് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, കാരണം രണ്ടിലും ഡെൽറ്റ എക്സ് എന്നുള്ള ടേം ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് ലിമിറ്റ് ഓഫ് ഡെൽറ്റ എക്സ് ടൈംസ് ബാക്കി എന്തൊക്കെയുണ്ട്? 2x ഉണ്ട് ഫസ്റ്റ് ടേമിൽ, അടുത്ത ടേമിൽ ഒരു ഡെൽറ്റ എക്സും കൂടി ഉണ്ട്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്നും കൂടെ കൊടുത്താൽ യു വിൽ ഗെറ്റ് 2x. സോ ദാറ്റ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ദ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. സ്ക്വയർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇഫ് y is equal to x square, its derivative is, we can write if y is equal to x square, then its derivative is, then dy by dx is 2x. Okay, so this is the derivative of x square. ഇതേപോലെ നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞാൽ മതി. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും കിട്ടാൻ പോണേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് കിട്ടാൻ പോകുന്നത് 3x സ്ക്വയർ എന്നാണ് കിട്ടാൻ പോണേ. ഓക്കെ, അതുപോലെ കുറേ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് കിട്ടാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് 4x റേസ് ടു 3. ഇങ്ങനെ ഫോർ എനി വാല്യൂ ഓഫ് n യു ക്യാൻ പ്രൂവ് ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n ഇസ് n ടൈംസ് എക്സ് റേസ് ടു n മൈനസ് 1. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യും, പിന്നീട് നമുക്കത് ഏത് റിയൽ നമ്പറിൻ്റെ കേസിലും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും യൂസിങ് ദാറ്റ്. So for any real number, you can write derivative of x raised to n is n into x raised to n minus 1. Even though it is not an integer, ഒരു റാഷണൽ നമ്പറോ വേറെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y is equal to root x, find dy by dx എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്, ഇത് പ്രൂഫ് ഞാൻ പറയുന്നില്ല, എന്താണ് ഇത് തന്നെ നമുക്ക് ഏത് റിയൽ നമ്പറിൻ്റെ കേസിലും ദിസ് ഇസ് ട്രൂ ഫോർ എനി വാല്യൂ ഓഫ് n. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ y is equal to root x എന്നാണ് പറയണമെങ്കിൽ y is root x. What is root x? Root x can be written as x raised to 1/2. So this is of the form x raised to n. x raised to n. n-ന് വേറെ ഇവിടെ 1/2 ആണുള്ളത്. സോ x raised to n-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് y is equal to x raised to n ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n into x raised to n minus 1 ആണ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് യു ക്യാൻ റൈറ്റ് ഹിയർ dy by dx is equal to n into
x raised to n minus 1. So this is the derivative. വേണമെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് x raised to 1 by 2 minus 1 വെച്ചാൽ minus 1 by 2 ആണെന്ന് എഴുതാം. minus 1 by 2 എന്ന് പറഞ്ഞാൽ 1 by x raised to 1 by 2 ആണെന്ന് എഴുതാം. അപ്പോൾ നമുക്കിതിനെ 1 by 2 x raised to 1 by 2 എന്ന് പറഞ്ഞാൽ root x ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. Derivative of root x is 1 by 2 root x എന്ന് എഴുതാം. ഇതേപോലെ വേറെ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് എക്സ്പോണൻസിൽ അറിയാമല്ലോ അല്ലേ. എക്സ് റൈസ് ടു ഒരു എന്താണ് 1 by n എന്ന് വന്നാൽ അല്ല എന്താ ഞാൻ പറയാൻ എക്സ് റൈസ് ടു ഒരു നെഗറ്റീവ് നമ്പർ വന്നാൽ അതിൻ്റെ അർത്ഥം 1 by x റൈസ് ടു n എന്നാണ്. അതുപോലെ nth റൂട്ട് ഓഫ് എക്സ് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എക്സ് റൈസ് ടു 1 by n എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇതിനെ നമുക്ക് വേറെ ചില പ്രോബ്ലംസ് ഓഫ് ദ ഫോം 1 by സംതിങ് എന്നുള്ള ഫോമുല വരുന്ന പ്രോബ്ലംസും ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ y is equal to 1 by x. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേ ഫോമുല തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. 1 by x നമുക്ക് എന്തെന്ന് എഴുതാം? 1 by x നമുക്ക് x raised to minus 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഓഫ് ദ ഫോം x raised to n ആണ്, where n is minus 1. So you can write dy by dx is n into x raised to n minus 1, which is n is minus 1, x raised to minus 1 minus 1. You will get minus 1 x raised to minus 2. You may write this simplify ചെയ്യാൻ വേണമെങ്കിൽ x raised to minus 2 എന്ന് പറഞ്ഞാൽ 1 by x square ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് minus 1 by x square എന്ന് എഴുതാം, അല്ലെങ്കിൽ മറ്റു തരത്തിൽ എഴുതിയാലും ശരി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ റിസൾട്ട് ബാക്കി ഏത് റിയൽ നമ്പറിൻ്റെ കേസിലും ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ഫോമുലകൾ ഞാൻ പറഞ്ഞുതരാം, അത് പഠിക്കുക കേട്ടോ.